അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ നെഞ്ചത്ത് എന്ന തരത്തിലാണ് നമ്മുടെ സോഷ്യൽ മീഡിയ വിമർശകന്മാരുടെയും നിരൂപകന്മാരുടെയും പോക്ക്. ഈ പറഞ്ഞു വരുന്നത് ശ്രീ രമേശ് നാരായണൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിടുന്ന വിമർശനങ്ങളുടെ കഥ മനസ്സിലാക്കിയിട്ടാണ്. രമേശ് നാരായണൻ എന്തിനാണ് വിമർശിക്കപ്പെടുന്നത്? രമേശ് നാരായണൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആസിഫ് അലിയെ രമേശ് നാരായണൻ അധിക്ഷേപിച്ചു, ആസിഫ് അലിയെ രമേശ് നാരായണൻ വിമർശിച്ചു, അല്ലെങ്കിൽ ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചു. ഇതെന്തെങ്കിലും സംഭവിച്ചിട്ടാണോ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പടച്ചു വിടുന്നത്? ചില നിയമവിദഗ്ധന്മാർ പറയുന്നത് ആസിഫ് അലി കേസിന് പോയാൽ രമേശ് നാരായണൻ കുടുങ്ങും കേട്ടോ എന്ന തരത്തിൽ വരെ സോഷ്യൽ മീഡിയയിൽ വാദങ്ങൾ നിരക്കുന്നുണ്ട്. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് അറിഞ്ഞാൽ ആളുകൾ ചിരിച്ച് മണ്ണ് കപ്പും. ശരിക്കും വളരെ നിസ്സാരമായ ഒരു സംഭവമാണ് നടന്നത്. സംഭവം ഞാൻ ചുരുക്കി പറയാം. മലയാളത്തിൻ്റെ മഹാരഥനായ എഴുത്തുകാരൻ ശ്രീ MT വാസുദേവൻ എഴുതിയ 9 കഥകൾ ചേർത്ത് മഹാരഥന്മാർ എന്ന ആന്തോളജി തയ്യാറാകുന്നുണ്ട്. ആ ചിത്രത്തിൻ്റെ ആന്തോളജിയുടെ 9 ചിത്രങ്ങളിൽ ഒരു ചിത്രം സംവിധാനം ചെയ്തത് ശ്രീ ജയരാജാണ്. ആ ചിത്രത്തിന് സംഗീത സംവിധാനം ഒരുക്കിയിരിക്കുന്നത് ശ്രീ രമേശ് നാരായണനാണ്. അതിന് ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. അതിൻ്റെ അണിയറ പ്രവർത്തകരൊക്കെ ഒത്തുചേർന്നിരുന്നു. അണിയറ പ്രവർത്തകരെ ആദരിച്ചിരുന്നു. എല്ലാവർക്കും ആദരവിൻ്റെ ഭാഗമായി മൊമെൻറ്റോ നൽകിയിരുന്നു. ആ പരിപാടിയിൽ രമേശ് നാരായണനും ആസിഫ് അലിയും MT വാസുദേവൻ നായരുടെ മകൾ അശ്വതിയും സംവിധായകൻ ജയരാജുമൊക്കെ പങ്കെടുത്തിരുന്നു. എല്ലാ ആളുകളെയും, അണിയറ പ്രവർത്തകരായ എല്ലാ ആളുകളെയും സദസ്സിലേക്ക് വിളിച്ച് ആദരവ് നൽകുന്നുണ്ടായിരുന്നു. എന്നാൽ രമേശ് നാരായണനെ അതിഥികളുടെ കൂട്ടത്തിൽ നിന്ന് വിളിക്കുന്നതിന് സംഘാടകർ വിട്ടുപോയി. കുറേ നേരം ഇരുന്ന് മുഷിഞ്ഞു. രമേശ് നാരായണൻ്റെ ശാരീരിക സ്ഥിതി പ്രേക്ഷകർക്ക് അറിയാം. അദ്ദേഹത്തിന് ഒരു കാലിന് ഒരല്പം സ്വാധീനക്കുറവുണ്ട്. വളരെ നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശാരീരിക അസ്വസ്ഥതകളുണ്ട്. അധിക ദൂരം നടക്കാൻ കഴിയില്ല, അധിക നേരം അങ്ങനെ ഇരിക്കാനും അദ്ദേഹത്തിന് കഴിയില്ല. അദ്ദേഹം എണീറ്റ് അശ്വതിയോട്, അതായത് MT വാസുദേവൻ നായരുടെ മകളോട് കാര്യം പറയുന്നു. തനിക്ക് നാട്ടിലേക്ക് മടങ്ങണം, തിരുവനന്തപുരത്തേക്ക് മടങ്ങണം. അപ്പോഴാണ് അശ്വതി ചോദിക്കുന്നത്, താങ്കളെ ഇതുവരെ വേദിയിലേക്ക് ക്ഷണിച്ചില്ലേ? ഇല്ല എന്ന ഉത്തരം. ഉടനെ തന്നെ ഇത് ആര് കാണുന്നു? ആസിഫ് അലി കാണുന്നു. ആസിഫ് അലിക്കറിയാം ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ് ശ്രീ രമേശ് നാരായണൻ. ആസിഫ് അലി ഉടനെ തന്നെ അവിടെ ഇരുന്ന ഒരു മൊമെൻറ്റോ എടുത്ത് ശ്രീ രമേശ് നാരായണനെ കൈമാറുന്നു. കാരണം എന്തുകൊണ്ടാണ് കൈമാറിയത് എന്ന കാര്യം കൂടി പ്രേക്ഷകർ ഓർക്കണം. ആസിഫ് അലിക്കറിയാം രമേശ് നാരായണൻ ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണ്. അദ്ദേഹത്തിന് എത്രയും വേഗം തൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകണം. അദ്ദേഹത്തെ ഇതുവരെ ആരും വേദിയിലേക്ക് ക്ഷണിച്ചില്ല. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന മൊമെൻറ്റോ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൈകളിൽ കൊണ്ട് കൊടുക്കുന്നത്. എത്രയും വേഗം വീട്ടിൽ പോകണമല്ലോ എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. അല്ലാതെ ആസിഫ് അലിയെ ആരെങ്കിലും അടിച്ചേൽപ്പിച്ചു നിങ്ങളെടുത്ത് കൊടുക്കൂ എന്നതുകൊണ്ടല്ല. ആസിഫ് അലിയുടെ നന്മ മാത്രമാണ് അവിടെ പ്രതിഫലിക്കുന്നത്. ആസിഫ് അലിയിൽ നിന്നും വളരെ സന്തോഷത്തോടു കൂടിയാണ് ശ്രീ രമേശ് നാരായണൻ അത് സ്വീകരിക്കുന്നത്. അശ്വതി അതിന് സാക്ഷിയാണ്. അപ്പോൾ സ്വാഭാവികമായും രമേശ് നാരായണന് ഒരു ആഗ്രഹം തോന്നില്ലേ? തൻ്റെ ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ കയ്യിൽ നിന്ന് അത് ലഭിച്ചാൽ വളരെ മനോഹരമായിരിക്കില്ലേ? അല്ലെങ്കിൽ ആ മുഹൂർത്തത്തിന് കുറെ കൂടി അലങ്കാരം അല്ലെങ്കിൽ ഒരു സന്തോഷം ഉണ്ടാകില്ലേ എന്ന് ഏതൊരു സംഗീത സംവിധായകനും തോന്നാം, ഏതൊരു കലാകാരനും തോന്നാം. ആ തോന്നൽ മാത്രമേ രമേശ് നാരായണന് തോന്നിയുള്ളൂ. അപ്പോഴാണ് അദ്ദേഹം ശ്രീ ജയരാജിനെ വിളിക്കുന്നതും ജയരാജിൻ്റെ കയ്യിൽ നിന്ന് അത് ലഭിച്ചാൽ നന്നായിരിക്കുമെന്ന് പറയുന്നതും. അത് ആസിഫ് അലി വളരെ സന്തോഷത്തോടു കൂടി സമ്മതിക്കുന്നു. ആസിഫ് അലി ഇത് കൊടുത്ത ശേഷം തൻ്റെ സീറ്റിൽ പോയി ഇരിക്കുന്നുമുണ്ട്. പിന്നെ ജയരാജ് ഇത് വാങ്ങി അദ്ദേഹത്തിന് കൊടുക്കുന്നു. ഇത്രയുമാണ് സംഭവിച്ചത്. ഉടനെ എഴുതി തുടങ്ങി നമ്മുടെ സോഷ്യൽ മീഡിയയിലെ കാള പെറ്റു എന്ന് കേട്ടാൽ തന്നെ കയറെടുത്തുകൊണ്ട് കുട്ടിയെ പിടിക്കാൻ ഓടുന്ന ആളുകൾ എഴുതി തുടങ്ങി. രമേശ് നാരായണൻ ആസിഫ് അലിയെ കടന്ന് ആക്ഷേപിച്ചിരിക്കുന്നു, അധിക്ഷേപിച്ചിരിക്കുന്നു, ഇത് ശരിയല്ല, ഇത് ഒരു കലാകാരന് ചേർന്നതല്ല എന്ന തരത്തിൽ ആക്ഷേപം വരുന്നു. ഇനി ആസിഫ് അലി കേസ് കൊടുത്താൽ രമേശ് നാരായണൻ കുടുങ്ങും. എന്തൊരു കഷ്ടമാണോ സോഷ്യൽ മീഡിയയിലെ തലതൊട്ടപ്പന്മാരെ, സോഷ്യൽ മീഡിയയിലെ വിമർശകന്മാരെ, നിരൂപകന്മാരെ. ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ അകവും പുറവും അന്വേഷിച്ചറിഞ്ഞ ശേഷം മാത്രം എഴുതാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇത്തരം മഹാരഥന്മാരെ കുറിച്ച് എഴുതുമ്പോഴെങ്കിലും. ഈ രമേശ് നാരായണൻ അല്ലെങ്കിൽ ആസിഫ് അലി എന്നൊക്കെ പറയുന്ന ആളുകൾ ഇങ്ങനെ നക്കാപ്പിച്ച പ്രശസ്തിക്ക് വേണ്ടിയോ നക്കാപ്പിച്ച വിമർശനം കേട്ട് നിങ്ങൾക്ക് പ്രതികരണം തരുന്ന വ്യക്തികളോ അല്ല. ആസിഫ് അലിയെ നിങ്ങൾക്കറിയാമല്ലോ, ടെലിവിഷനിലൂടെ വളർന്നു വന്ന ആളാണ്. ഇന്ത്യ വിഷനിൽ അദ്ദേഹം ഉള്ളപ്പോൾ തന്നെ എനിക്കറിയാവുന്ന ആളാണ് ആസിഫ് അലി. ആസിഫ് അലിക്ക് ഇങ്ങനെയുള്ള നക്കാപ്പിച്ച പ്രതിഷേധത്തിൻ്റെ ഒപ്പം നിന്ന് രമേശ് നാരായണനെ ടാറ് പൂശേണ്ട ആവശ്യമില്ല. അതുപോലെ രമേശ് നാരായണന് ആസിഫ് അലി അധിക്ഷേപിച്ച് മഹാരഥനാകേണ്ട ആവശ്യവുമില്ല.
രമേശ് നാരായണൻ ഗർഷോം എന്ന ഒറ്റ സിനിമയിലെ പാട്ട് കൊണ്ട് തന്നെ എത്രയോ 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 ജന്മാന്തരങ്ങൾക്കപ്പുറം വളർന്ന് ഉയർന്ന കലാകാരനാണ്. എത്രയെത്ര പാട്ടുകൾ, എത്രയെത്ര ഗസലുകൾ, എത്രയെത്ര സംഗീത സപര്യകൾ അദ്ദേഹം താണ്ടിപ്പോയിരിക്കുന്നു. മലയാളി മനസ്സിൽ വേരുറപ്പിച്ച സംഗീത സംവിധായകനാണ്, ഗായകനാണ് അദ്ദേഹം. അങ്ങനെ ഇരിക്കെ പോട്ടെ എം ടിയുടെ കഥകളാണ്. ആ വേദിയെ നിങ്ങൾ നോക്കൂ. ജയരാജിനെ ഇനി നിങ്ങൾ വിമർശിച്ച് അല്ലെങ്കിൽ നിങ്ങൾ എഴുതി പ്രശസ്തനാക്കിയാലേ ജയരാജ് പ്രശസ്തനാവുകയുള്ളൂ. ആസിഫ് അലി, രമേശ് നാരായണൻ, ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ പേര് ചേർത്ത് വെച്ച് എഴുതിയാൽ ഒരു പക്ഷേ നിങ്ങളുടെ ലൈക്കും വ്യൂവും ഒക്കെ കൂടി, സബ്സ്ക്രിപ്ഷനൊക്കെ കൂടി നിങ്ങൾക്ക് കാശ് കിട്ടിയേക്കാം, നിങ്ങൾക്ക് ആരാധകർ കൂടിയേക്കാം. അതും നിങ്ങളുടെ പൊട്ടത്തരം കണ്ട് ആളുകൾ പരിഹസിച്ചേക്കാം. ഇനിയെങ്കിലും ഇത്തരക്കാരെ ആക്ഷേപിക്കുമ്പോൾ അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി ആക്ഷേപിക്കാൻ നിൽക്കുക. അല്ലാതെ കാള പെറ്റു എന്ന് കേട്ട ഉടനെ കയറെടുത്തുകൊണ്ട് ഓടരുത്. അല്ല, ഇതിനിതാ നിയമവശമുണ്ട്, കേസ് കൊടുക്കൂ ആസിഫ് അലിക്കെതിരെ, അല്ലെങ്കിൽ ആസിഫ് അലി കൊണ്ട് രമേശ് നാരായണനെതിരെ കേസ് കൊടുക്കൂ എന്ന നിയമോപദേശമൊന്നും ഇവിടെ വിളമ്പിയിട്ട് കാര്യമില്ല എന്ന കാര്യവും ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ട സ്നേഹിതരെ.